അബി ആരാണെന്ന സംശയത്തിൽ വാതിൽ തുറന്നപ്പോൾ അവിടെ മുൻപിൽ വളരെ ഹോട്ടായ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. അവളുടെ വസ്ത്രം മുഴുവൻ നനഞ്ഞിരുന്നു. മഴ കാരണം അവളുടെ ശരീരത്തിലെ ആ ചെറിയ ഇറുകിയ ഡ്രസ്സ് അവളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. പുറത്ത് ഒരു വില കൂടിയ ആഡംബര കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി ഏതോ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് അബിക്ക് തോന്നി. പക്ഷെ ഇവൾ എന്താണ് ഈ സമയത്ത് ഇവിടെ എന്നവൻ ചിന്തിച്ചു നിന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എന്താടാ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അബി ചോദിച്ചു. സോറി, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, മനസ്സിലായില്ലെന്നോ? അത്ഭുതമായല്ലോ, നീ ഒന്ന് ഓർത്തു നോക്കിയേ. അബിക്കപ്പോഴും ആളെ മനസ്സിലായില്ല. അവൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അവൾ അത്രയും പരിചയത്തിൽ സംസാരിച്ചപ്പോൾ അബിക്ക് ഇനി താൻ മറന്നതാണോ എന്ന സംശയം വന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൻ അത് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എന്താണ് അബി പറയുന്നത്? ഞാൻ ആരാണെന്ന് ഓർമ്മയില്ലെന്നോ? ഞാൻ നിയയാണ്. നിയ, നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. നീ എന്താ എന്നോട് അകത്തേക്ക് വരാൻ പറയാത്തത്? അബി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ നിന്നു. നിയ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിയ മുന്നോട്ട് നീങ്ങിച്ചെന്ന് അബിയെ കെട്ടിപ്പിടിച്ചു. അബി പെട്ടെന്നൊന്ന് ഞെട്ടി. എന്നിട്ട് അവളെ വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഛേ, എന്താണിത്? നീ ആരാ? അപ്പോൾ നിയ അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയല്ലേ നേരത്തെ പറഞ്ഞത് എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്? എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? സാധാരണ എന്നെ കാണുമ്പോ നീ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കാറാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അബിയുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ട പല്ലവി ഒന്ന് ഞെട്ടി. എന്നിട്ട് ചോദിച്ചു, അബി, ഇതാരാണ്? നീ അപ്പോൾ പല്ലവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഇവനൊന്നും പറഞ്ഞിട്ടില്ലേ? പല്ലവി ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ നിയ പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞു തരാം, ഞാൻ അബിയുടെ ഭാര്യയാണ്. അത് കേട്ടതും അബിയുടെ ഹൃദയം പെട്ടെന്ന് നിലച്ചതുപോലെ തോന്നി. അവനൊന്നും മനസ്സിലാവാതെ നിന്നു. അവനൊന്നും മിണ്ടാനാവാതെ നിന്നപ്പോൾ പല്ലവി മുന്നോട്ട് വന്ന് ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തരാണ് പറയുന്നത്? അബി എന്റെ ഭർത്താവാണ്. ആണോ? വലിയ കാര്യമായിപ്പോയി. അതും പറഞ്ഞ് നിയ ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പല്ലവിയും കൂടെ ചിരിക്കാൻ തുടങ്ങി. അബിക്കൊന്നും മനസ്സിലായില്ല. അവൻ ചോദിച്ചു, പല്ലവി എന്തായത്? നീ എന്തിനാ ചിരിക്കുന്നത്? അത് കേട്ട് പല്ലവി ചിരി നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, സോറി അബി, എല്ലാം ഒരു തമാശയായിരുന്നു. ഇത് ഗീതാഞ്ജലി, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ നിന്നെ വെറുതെ ഒന്ന് പരീക്ഷിച്ചതാണ്. പക്ഷേ നീ അതിൽ വിജയിച്ചു. ഐ എം പ്രൗഡ് ഓഫ് യു അബി. അത് കേട്ട് അബി ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എന്റെ ജീവൻ കളഞ്ഞേനെ. അപ്പൊ ഗീതാഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇനി നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ ഭാര്യ ആവാട്ടോ. ഇവള് സമ്മതിച്ചാ എനിക്കൊക്കെ. അപ്പോ അബി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട. പെട്ടെന്ന് ഗീതാഞ്ജലിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്ത് സംസാരിച്ചു. ശേഷം പല്ലവിയോട് പറഞ്ഞു, എനിക്ക് അർജന്റായി ഒരിടം വരെ പോണം പല്ലവി. എന്താണ് ഗീതാഞ്ജലി ഇത്? നീ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. എത്ര കാലായി നിന്നെ കണ്ടിട്ട്? പല്ലവിയുടെ പരിഭവം കേട്ട ഗീതാഞ്ജലി പറഞ്ഞു, സോറി മോളെ, അത്ര അർജന്റ് ആയതുകൊണ്ടാണ്. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ പോട്ടെ. ബൈ പല്ലവി. ബൈ അബി. അതും പറഞ്ഞ് ഗീതാഞ്ജലി അവിടുന്ന് പോയി. അതേസമയം സതീഷ് അപ്പോഴും ഓഫീസിന്റെ പുറത്തിരിക്കുകയായിരുന്നു. സതീഷിന്റെ അച്ഛൻ സായി ചന്ദ്രൻ അകത്ത് മുത്തശ്ശനുമായി ചർച്ചയിലാണ്. സതീഷ് മണിക്കൂറുകളായി അവിടെ ഇരിക്കുകയാണ്. അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, അച്ഛൻ എന്താണ് ഇത്രയും സമയം അകത്ത് സംസാരിക്കുന്നത്? ഇത്ര നേരമായിട്ടും മുത്തശ്ശനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സായി ചന്ദ്രൻ വിജയച്ചിരിയോടെ പുറത്തേക്കിറങ്ങി. അതുകണ്ട് സതീഷ് അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? മുത്തശ്ശൻ എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോൾ സായി ചന്ദ്രൻ പറഞ്ഞു, ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും മുത്തശ്ശന്റെ വാക്കുകൾ നീ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. ആ എഞ്ചിനീയറിംഗ് ടീമിനെ പല്ലവിയെ ഏൽപ്പിക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. അതിനെ നീ ഒരിക്കലും എതിർക്കാൻ പോകരുത്. മുത്തശ്ശനാണ് നമ്മുടെ കുടുംബത്തിന്റെ കാരണവർ. അതുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശന്റെ തീരുമാനങ്ങളെയും നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. അത് കേട്ട് സതീഷ് പറഞ്ഞു, സോറി അച്ഛാ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. സതീഷ് അച്ഛന്റെ മുന്നിൽ ക്ഷമാപണം നടത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, സതീഷ്, പ്രൊജക്ടിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. നാളെ രാവിലെ മുത്തശ്ശൻ ഒരു യാത്ര പോവുകയാണ്. അതിനു മുൻപായി നമുക്ക് മുത്തശ്ശനെ ഒന്ന് കാണേണ്ടതുണ്ട്. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം സതീഷിന് മനസ്സിലായി. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. മറുവശത്ത് പല്ലവിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ അബിയെക്കുറിച്ച് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നെ എന്തോ ആലോചിച്ച ശേഷം അവൾ അബിയുടെ മുറിയിലേക്ക് നടന്നു. ഡോറിൽ മുട്ടിയപ്പോൾ അബി വന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് പല്ലവിയെ മുമ്പിൽ കണ്ടതും അബി ഒന്ന് അമ്പരന്നു. അവൾ ഒരു നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത്. പിങ്ക് നിറത്തിലുള്ള ആ സിൽക്ക് നൈറ്റിയിലൂടെ അവളുടെ വടിവത്ത ശരീരം തെളിഞ്ഞു കാണാമായിരുന്നു. അലങ്കോലമായി കിടക്കുന്ന ആ മുടിയും അലസമായി അവനെ നോക്കുന്ന ആ കണ്ണുകളും
എല്ലാം കൂടി കണ്ടപ്പോൾ അബിക്കൊരു നിമിഷം കൺട്രോൾ പോകുന്നത് പോലെ തോന്നി. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ? എന്തെങ്കിലും വേണോ? അബിയുടെ ചോദ്യം കേട്ട് പല്ലവി ഒന്നും മിണ്ടാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അവൾ മനസ്സിലാലോചിച്ചു, അബിയെ കാണാനാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയിപ്പോ അബിയോട് എന്തു പറയും? ഇവനെ കാണാൻ വന്നതാണെന്ന് പറയുന്നത് മോശമല്ലേ? മറ്റെന്തെങ്കിലും കള്ളം പറയാം. പല്ലവി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റൂമിലെ ലൈറ്റ് കത്തുന്നില്ല, അതാ ഞാൻ. അത് കേട്ട് അബി പറഞ്ഞു, ഓ അതാണോ, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അതും പറഞ്ഞ് അബി പുറത്തേക്ക് നടന്നപ്പോൾ പല്ലവി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിൽക്ക്, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇവൾ എന്താണ് ഈ പറയുന്നത് എന്ന ചിന്തയിൽ അബി അവളെ വിചിത്രമായി നോക്കി. പല്ലവി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇന്ന് ഇവിടെയാണ് ഉറങ്ങുന്നത്. അത് കേട്ട് അബി വളരെ ശാന്തമായി പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, നീ ഇവിടെ ഉറങ്ങിക്കോളൂ, ഞാൻ നിന്റെ മുറിയിൽ പോയി ഉറങ്ങിക്കോളാം. അവന്റെ മറുപടി കേട്ട് പല്ലവിക്ക് ദേഷ്യം വന്നു. അവൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇവന് മനസ്സിലായിട്ടില്ലേ? അവൾ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ അബി അകത്തേക്ക് പോയി അവന്റെ പുതപ്പെടുത്തുകൊണ്ട് വന്നു. അവൻ അവിടുന്ന് പോവാൻ നിന്നപ്പോൾ പല്ലവി 2 കൈകൊണ്ടും അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഉറങ്ങിയാലോ? പല്ലവി അത് പറഞ്ഞെങ്കിലും ഉള്ളിലെ പേടിയും പരിഭ്രമവും കാരണം പതുക്കെയാണ് പറഞ്ഞത്. അവളുടെ ശബ്ദം അബി ശരിക്കും കേട്ടില്ല. അവൻ ചോദ്യഭാവത്തിൽ അവളെ വീണ്ടും നോക്കി. എന്നാൽ ആ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാനുള്ള ധൈര്യം പല്ലവിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, ഓക്കേ. ഇത് കേട്ട് അബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പല്ലവി? നിന്റെ മുറിയിലെ ബൾബ് നന്നാക്കണ്ടേ? അത് ഞാൻ ശരിയാക്കി തരാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ഉറങ്ങിക്കോളാം. നീ ഇവിടെ സുഖമായി കിടന്നു. അവസാനം പല്ലവിയുടെ ക്ഷമ നശിച്ചു. മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്ന അബിയെ ഒരിക്കൽ കൂടി അവൾ തടഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അബി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവളോട് ചോദിച്ചു, ബൾബ് നന്നാക്കണ്ടേ? ഞാൻ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ കിടക്കാൻ. പല്ലവി പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് തന്നെ തിരികെ നടന്നു. അപ്പോൾ അബി പുറകിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ബൾബ് നന്നാക്കണ്ടേ? എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുറിയുടെ വാതിലടച്ചു. എന്നിട്ട് 2 കൈകൊണ്ട് മുഖം മറച്ച് കട്ടിലിൽ കിടന്നു. അയ്യേ, മോശമായിപ്പോയി. ഞാനിപ്പോ എന്തിനാണ് അവിടേക്ക് പോയത്? വേണ്ടായിരുന്നു. അബി എന്ത് വിചാരിച്ച് കാണുമോ എന്തോ. നാണക്കേടായി. ഇനിയിപ്പോ എങ്ങനെ ഉറക്കം വരും? മര്യാദയ്ക്ക് ഇവിടെ തന്നെ കിടന്നാ മതിയായിരുന്നു. അങ്ങനെയെല്ലാം സ്വയം പറഞ്ഞ് അവൾ കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നു. അബിയും പല്ലവിയും ഓഫീസിലേക്ക് പുറപ്പെട്ടു. പല്ലവിയെ ഓഫീസിൽ ഇറക്കി വിട്ടതിനു ശേഷം അബി പോവാനായി തിരിഞ്ഞപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. എന്താ അബി, നിന്റെ ആ കാർ എവിടെ പോയി? ഞാൻ വിചാരിച്ചത് ഇനി മുതൽ പല്ലവി എന്നും അതിലായിരിക്കുമല്ലോ ഓഫീസിലേക്ക് വരുന്നതെന്നാണ്. അതും പറഞ്ഞ് രമ്യ അങ്ങോട്ടേക്ക് വന്നു. പല്ലവിയെയും അബിയെയും അപമാനിക്കണം എന്ന മട്ടിലാണ് അവൾ സംസാരിക്കുന്നത്. ഓ, അന്ന് വാടകയ്ക്കെടുത്ത പണം തന്നെ തിരികെ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ? രമ്യ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നത്തെയും പോലെ അബി ആ പരിഹാസം അവഗണിച്ചു. ലോകത്തിലെ ഏത് വില കൂടിയ കാറും വാങ്ങാൻ തന്റെ കയ്യിൽ പണമുണ്ടെന്ന് അബി ആരോടും വിശദീകരിക്കാൻ നിന്നില്ല. എന്നാൽ പല്ലവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ പറഞ്ഞു, രമ്യ, നിന്നെയും സതീഷിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഓഫീസിൽ നിന്നും പുറത്താക്കണോ ഇനി? ഇപ്പോ നിങ്ങൾ എന്റെ ഔദാര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർമ്മ വേണം. പല്ലവിയുടെ വാക്കുകൾ കേട്ട രമ്യയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അന്ന് വീട്ടിൽ വെച്ച് തങ്ങൾ അപമാനിക്കപ്പെട്ട രംഗം രമ്യയുടെ മനസ്സിലൂടെ ഓടി. എന്നാൽ അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹിൽവ്യൂ മാൻഷനുമായുള്ള നിന്റെ പ്രൊജക്ട് കാരണം നീ അങ്ങ് ആകാശത്തെത്തിയെന്നാണ് നിന്റെ വിചാരം. അതല്ലേ നീ കിടന്ന് തുള്ളുന്നത്? എന്നാ മുത്തശ്ശൻ നിന്നെ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് നീ അറിഞ്ഞില്ലേ? രമ്യ പറഞ്ഞത് കേട്ട് പല്ലവി അമ്പരന്നുപോയി. ഇതെങ്ങനെ സംഭവിക്കും? ഈ പ്രൊജക്ട് നേടിയതുകൊണ്ട് മുത്തശ്ശൻ ഇന്നലെ ഒരുപാട് അഭിനന്ദിച്ചിരുന്നാണല്ലോ. പിന്നെ എങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കും എന്ന് പല്ലവി ആലോചിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.